കവിത ചുരുത്തുന്ന കുഞ്ഞു മനസ്സുമായി ക്ലാസ് മുറിയിലെത്തിയ ഉബൈദിന് ഭൂപാളമംഗളത്തിനിടെ ഉയർന്നുകേട്ട ജോർജ് അഞ്ചാമന്റെ അപദാനം ഏറ്റുചൊല്ലാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. കാവ്യശീലത്തിനൊപ്പം ദേശീയബോധവും ഇളം പ്രായത്തിൽ തന്നെ ഉബൈദിൽ ജ്വലിച്ചു തുടങ്ങിയിരുന്നു. അക്കാലത്തെ പാട്ടുമക്കാനികളിൽ നിന്നും കല്യാണ സദസ്സുകളിൽ നിന്നും പാടിക്കേട്ട നിരവധി പടപ്പാട്ടുകളുടെ ഇശൽ പെരുക്കങ്ങളിൽ നിന്നാണ് കുട്ടിയായ ഉബൈദ് മാപ്പിളപ്പാട്ടുകളുടെ ഭാവതാളങ്ങൾ സ്വായത്തമാക്കിയത്. ഹേമങ്ങൾ മെത്ത പാണി ചിത്തിരം ആഭരണക്കോപാണിന്ത ബീവി പൂമകളാണേ ഹുസ്നുൽ ജമാൽ പുന്നാരത്താളമികന്ത ബീവി ഹേമങ്ങൾ മെത്ത പാണി ചിത്തിരം. പാഠ്യഭാഷ കന്നഡയായിരുന്നതിനാൽ മലയാളം അന്യമായിരുന്ന ഉബൈദ് വാപ്പയുടെ കടയിൽ നിന്നും കളഞ്ഞു കിട്ടുന്ന മലയാള പത്രത്തിന്റെ തുണ്ടുകടലാസുകളിൽ നിന്ന് മലയാളത്തിന്റെ അക്ഷരമാലകൾ ചൊല്ലിപ്പഠിച്ചു. കല്യാണ സദസ്സുകളിലെ പഴയ താളവട്ടങ്ങളിൽ നിന്ന് മാപ്പിളപ്പാട്ടിന്റെ പുതിയ യുഗത്തിലേക്കുള്ള ചുവടുവെപ്പുകളായിരുന്നു ഉബൈദിന്റെ തുടർന്നുള്ള ഓരോ രചനയും. സാഹിത്യതൽപരനും ധിഷണാശാലിയുമായ ഖാലി അബ്ദുല്ല ഹാജിക്ക് ഉബൈദിനോടുണ്ടായിരുന്ന പ്രത്യേകമായ വാത്സല്യം കുഞ്ഞുമനസ്സിൽ ഉരുവം കൊണ്ട കാവ്യഭാവനകൾക്ക് വേണ്ടത്ര ഊർജം പകർന്നു നൽകിയിരുന്നു. എന്നാലുമമ്മേ നിന്നെ കണ്ടീല, നീ എങ്ങാവോ ഉബൈദിന് മുമ്പുള്ള മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ കവികൾ പോലും ഒരിക്കലും കവിതയെ അമ്മയായിട്ട് അവതരിപ്പിക്കുന്നില്ല. കവിതയെ കാമുകിയാക്കിയും കവിതയെ ഭാര്യയാക്കിയും ഒക്കെയാണ് മലയാളത്തിലെ ഏത് കവിയുടെ കവിത പരിശോധിച്ചാലും നമുക്കത് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഈ മാതിരിയിൽ എന്തിന് താമസിപ്പത് അംബികെ നീ എൻ മുന്നിൽ അണയുവാൻ എന്നുള്ള രീതിയിൽ തുടങ്ങുന്നുണ്ട്. അംബിക എന്ന പദം ഈ അമ്മയ്ക്ക് വേണ്ടി പകരമായി വെക്കുന്ന ഒന്നാണ്. ഖാലി അബ്ദുല്ല ഹാജിയുടെ മരണം ഉബൈദിന്റെ മനസ്സിൽ ആഴത്തിലേൽപ്പിച്ച മുറിവിൽ നിന്നാണ് ബാഷ്പധാര എന്ന നൊമ്പരം കിനിയുന്ന കവിതയുടെ ഉത്ഭവം. മതപാഠങ്ങളുടെ നിഷ്കർഷതകൾക്കകത്ത് പരുവപ്പെടുത്തിയെടുത്ത ബാല്യത്തിന്റെ വെളിച്ചം ഉബൈദിന്റെ പിൽക്കാല ജീവിതത്തിലും കവിതയിലും വിശുദ്ധിയുടെ വെളിച്ചം പരത്തിയിരുന്നു. ഇസ്ലാമിന്റെ സൗന്ദര്യശാസ്ത്രത്തെ അക്ഷരങ്ങളിലേക്ക് ആവാഹിച്ച മലയാള കവി വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തെ ആത്മാവിൽ ഉൾക്കൊണ്ട് ജീവിതത്തെയും കവിതയോളം വിശുദ്ധവും ലളിതവുമാക്കി. കേരളത്തിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ തന്നെയാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരത്തിനുമെതിരെ കവിതയിലും പ്രസംഗങ്ങളിലും ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഉബൈദ് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നത്.
ഉറൂസ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഉബൈദ് മാഷ് ഇതിനെതിരെ പാട്ട് പാടിയിരുന്നു. സ്വാഭാവികമായി യാഥാസ്ഥികത്വം അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, തൻ്റെ മകളെ സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് അത്യധികമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതുമല്ലാതെ ഇദ്ദേഹത്തെ തളങ്കര പള്ളിയിൽ വെച്ച് ഒരു വിഭാഗം യാഥാസ്ഥിതിക മുസ്ലിമീങ്ങൾ പരസ്യ വിചാരണ നടത്തി. ആ എതിർപ്പുകളെ നേരിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം മതത്തിൻ്റെ തന്നെ തത്വങ്ങളെ തൻ്റെ ജീവിതത്തിൽ പകർത്തി കാണിക്കുക മാത്രമല്ല, പാടി കേൾപ്പിക്കുക മാത്രമല്ല, എഴുതി കാണിക്കുക കൂടിയാണ് ചെയ്തത്. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മലബാറിലും ദക്ഷിണ കാനറയിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ സമര മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് ഷെറൂലുമായി ഉബൈദ് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതും. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് ഷെറൂലിന്റെയും വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായിരുന്ന മുഹസിൻ സാഹിബിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഉബൈദ് മലപ്പുറം ട്രെയിനിംഗ് സ്കൂളിൽ ചേർന്ന് അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയത്. തുടർന്ന് വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്ത അദ്ദേഹം വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന യാഥാസ്ഥിതിക സമൂഹത്തിനു മുന്നിൽ ഉബൈദ് കടുത്ത വെല്ലുവിളിയായിരുന്നു. കേരളത്തിലെ ജനങ്ങളിലെ മുസ്ലിമീങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ പരസ്പരം തർക്കിച്ചും പോരടിച്ചും സമയത്തെ വൃഥാ കളയുന്നതിനെതിരെയുള്ള അതിതീക്ഷ്ണമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന, അവരുടെ നെഞ്ചത്ത് പന്തം കുത്തുന്ന മാതിരിയുള്ള തീക്ഷ്ണമായ കവിതകൾ ഉബൈദ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പോൾ ധാരാളമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. മതപാണ്ഡിത്യം തുറന്നുവിട്ടു രഹിതൻ വിഷമേറ്റ് ഗതബോധം ജനസമുദായം വീണ് കിടക്കുന്നു. അതിനർത്ഥം ഞാൻ പറയാം, മതപാണ്ഡിത്യത്തെ അദ്ദേഹം ഒരു വിഷപ്പാമ്പായിട്ട് കരുതുന്നു. ആ വിഷപ്പാമ്പിൻ്റെ വിഷമേറ്റിട്ട് ഇവിടുത്തെ ജനസമുദായം ഏത് തരത്തിൽ നശിച്ച് കിടക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ പാണ്ഡിത്യത്തിൻ മുഷ്കോ നിൻ ദുസ്വാർത്ഥൈകത കൊണ്ടോ പാവന സമുദായാരാമൻ താൻ മരുഭൂവായി മാറി. ഈ പുരോഹിതന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമുദായത്തെ ഒരു മരുഭൂമി പോലെ ആക്കി തീർത്തു. സ്വന്തം മകളെ സ്കൂളിൽ അയച്ചുകൊണ്ട് മാതൃക കാണിച്ച ഉബൈദിന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് ഈ വിഭാഗം ഇത്തരം നീക്കങ്ങളോട് പ്രതികരിച്ചത്.
കണ്ണീരിൻ്റെയും വേദനയുടെയും തീവ്രമായ പ്രതികാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഇരുട്ടിൻ്റെ വഴിയിൽ അക്ഷരങ്ങളുടെ നക്ഷത്രവിളക്ക് കൊളുത്തിയ മഹാകവി മന്ത്രിച്ചു, ഇവർക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ. വിളക്കുവയ്ക്കുവിൻ വിളക്കുവയ്ക്കുവിൻ, വെളിച്ചം കാണട്ടെ വിളക്കുവയ്ക്കുവിൻ. അടുത്തു നിന്നിടുമനുജനെപ്പോലും തടഞ്ഞു വീഴുമാറിരുണ്ടുപോയി രംഗം. വിളക്കുവയ്ക്കുവിൻ വിളക്കുവയ്ക്കുവിൻ, വെളിച്ചം തൂകട്ടെ വിളക്കുവയ്ക്കുവിൻ. ഉബൈദ് മുഹമ്മദ് ഷെറൂലുമായി ചേർന്നു നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒരു നാടിന്റെ ഭാഗധേയം തന്നെ മാറ്റിക്കുറിക്കുന്ന നിർണായകമായ വഴിത്തിരിവായി. ഫണ്ട് തികയാത്തതിന്റെ പേരിൽ പ്രദേശത്തെ സ്കൂളിന്റെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടപ്പോൾ യാചനായാത്ര നടത്തി പിടിയരിയും നാണയങ്ങളും ശേഖരിച്ചാണ് ഉബൈദ് ഈ മഹൽ ദൗത്യം പൂർത്തിയാക്കിയത്. കാസർകോട്ടെ മലയാളികളുടെ ജന്മാഭിലാഷത്തെ സാധ്യമാക്കാൻ ഷെറൂലും കോടോത്തുമൊത്ത് ഉബൈദ് നടത്തിയ ശക്തമായ മുന്നേറ്റങ്ങൾ ഐക്യകേരള ചരിത്രത്തിലെ രത്നശോഭയാർന്ന അധ്യായമാണ്. ഉബൈദിന്റെ ശ്രമഫലമായിട്ടായിരുന്നു KP കേശവമേനോൻ അധ്യക്ഷനായി ഓൾ കേരള അമൽഗേഷൻ പ്രൊട്ടക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നത്. പിന്നീട് ഈ സംഘടന നടത്തിയ സമരമുന്നേറ്റമാണ് ഐക്യകേരളം എന്ന ലക്ഷ്യത്തെ പൂർണ്ണതയോടെ സഫലമാക്കാൻ വഴിയൊരുക്കിയത്. കാസർകോട്ടെ മലയാളികളുടെ ജന്മാഭിലാഷത്തെ സാധ്യമാക്കാൻ ഷെറൂലും കോടോത്തുമൊത്ത് ഉബൈദ് നടത്തിയ ശക്തമായ മുന്നേറ്റങ്ങൾ ഐക്യകേരള ചരിത്രത്തിലെ രത്നശോഭയാർന്ന അധ്യായമാണ്. ഉബൈദിന്റെ ശ്രമഫലമായിട്ടായിരുന്നു KP കേശവമേനോൻ അധ്യക്ഷനായി ഓൾ കേരള അമൽഗേഷൻ പ്രൊട്ടക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നത്. എന്നാൽ ഐക്യകേരളം രൂപീകരിക്കപ്പെടുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കവിമനസിന്റെ ഭൂപടത്തിൽ കാസർകോട് കേരളത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. ഈ പ്രവചനത്തോടെയാണ് 1948 നീലേശ്വരം സാഹിത്യപരിഷത്തിൽ ഉബൈദിന്റെ വിഖ്യാതമായ വിടവാങ്ങൽ കവിത സ്വാതന്ത്ര്യത്തിന്റെ സ്വർണ്ണച്ചിറക് വിരിച്ചത്. വിളി കേൾക്കും
മാതാവിൻ വിളി കേൾക്കുന്നു. വിടതരികമ്മേ കന്നഡധാത്രി കേരള ജനനി വിളിക്കുന്നു. ഈ അടുപ്പം ഇരുഭാഷകളെയും ബന്ധിപ്പിക്കുന്ന സംസ്കാരത്തിന്റെ മഹാനദിയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഉബൈദിന്റെ സുഹൃത്തും പ്രശസ്ത എഴുത്തുകാരനും വിവർത്തകനുമായ സി രാഘവൻ ആ ഭാഷാസ്നേഹത്തിന്റെ ആഴം അതേ അളവിൽ ഓർത്തെടുക്കുന്നു. വാക്കിൻ്റെ ദേവത അനുഗ്രഹിച്ച ഒരാൾക്ക് മറ്റൊന്നിനെയും ഭയപ്പെടാനില്ല. അതുകൊണ്ടല്ലേ ഈ 7ാം ക്ലാസ് വരെ മലയാളം അക്ഷരം കാണാതിരുന്ന ഉബൈദ് മാഷ് വീണപൂവ് ട്രാൻസ്ലേറ്റ് ചെയ്യാനെടുക്കുന്നത്, വള്ളത്തോളിൻ്റെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനെടുക്കുന്നത്. ഉബൈദുമായുള്ള സൗഹൃദം മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർക്കെല്ലാം ഒരിക്കലും വറ്റാത്ത സ്നേഹവായ്പകളുടെ തെളിനീരൊഴുക്കായിരുന്നു. വ്യക്തിജീവിതത്തിന്റെ വിപരീത ദിശകളിൽ സഞ്ചരിക്കുമ്പോഴും മഹാകവി പി കുഞ്ഞിരാമൻ നായർക്ക് ഉബൈദ് നിഷ്കളങ്ക സൗഹൃദത്തിന്റെ തണൽമരമായി. ഉബൈദിന്റെ പ്രതിഭയും ധിഷണാശേഷിയും തിരിച്ചറിഞ്ഞ എസ് കെ പൊറ്റക്കാട് തന്റെ അനുസ്മരണക്കുറിപ്പിൽ ഉബൈദിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉബൈദ് സാഹിബിനെ കണ്ടാൽ ഒരു പഴഞ്ചനാണെന്നേ തോന്നൂ, എന്നാൽ ആ തല പുരോഗമനാശയങ്ങളുടെ തേനീച്ചക്കൂടാണ്. CH മുഹമ്മദ് കോയ നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സാഹിത്യ അക്കാദമിയിലും സംഗീത നാടക അക്കാദമി നിർവാഹക സമിതിയിലും ഉബൈദ് അംഗത്വം സ്വീകരിക്കാൻ തയ്യാറായത്. മതപരമായ ഇടപെടലുകളിൽ തന്റേതായ ഇടം കണ്ടെത്തിയ ഉബൈദിന് എല്ലാ അർത്ഥത്തിലും ശക്തമായ